ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണത്തിന് തുടക്കം കുറിച്ചത് 1923 ബോംബെ പ്രസിഡൻസി റേഡിയോ ക്ലബ്ബാണ്. എന്നാൽ സംഘടിതമായ പ്രക്ഷേപണ സംവിധാനത്തിന് അടിത്തറ പാകിയത് 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ബോംബെ നിലയത്തിൻ്റെ ഉദ്ഘാടനത്തോടെയാണ്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു ആയിരുന്നു ഉദ്ഘാടകൻ. കൊൽക്കത്തയിലും ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒരു നിലയം സ്ഥാപിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് 1930 കമ്പനി അടച്ചുപൂട്ടുകയും പ്രക്ഷേപണ സംവിധാനം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. 1930 ഏപ്രിൽ 1 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ISBS എന്ന പേരിൽ സർക്കാർ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 ജൂൺ 8 ഈ സ്ഥാപനത്തിൻ്റെ പേര് ഓൾ ഇന്ത്യ റേഡിയോ എന്നാക്കി. കൊൽക്കത്തയിലെ ഷോർട്ട് വേവ് സർവീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിതയിൽ നിന്നാണ് ആകാശവാണി എന്ന മനോഹരമായ പേര് ഓൾ ഇന്ത്യ റേഡിയോ സ്വീകരിച്ചത്. ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ വളരെ വേഗം ഈ പേര് ഇടം പിടിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും ദേശീയ നേതാക്കളുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും റേഡിയോ നിർണായക പങ്ക് വഹിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദ് റേഡിയോയും സ്വാതന്ത്ര്യ സമര സേനാനികൾ രഹസ്യമായി നടത്തിയ കോൺഗ്രസ് റേഡിയോയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെന്ന വാർത്ത രാജ്യത്തെ അറിയിച്ചതും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്രത്തോടുള്ള ആദ്യ അഭിസംബോധന പ്രക്ഷേപണം ചെയ്തതും ആകാശവാണിയിലൂടെയായിരുന്നു. ഗാന്ധിജിയുടെ വിയോഗവും അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമെല്ലാം രാജ്യം അറിഞ്ഞതും ആകാശവാണിയിലൂടെയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിലും വികസനത്തിലും ആകാശവാണി പ്രധാന പങ്കുവഹിച്ചു. കാർഷിക വിദ്യാഭ്യാസ ആരോഗ്യ കുടുംബക്ഷേമ പരിപാടികൾ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിൽ റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന ആപ്തവാക്യത്തിലൂന്നി ആകാശവാണി പ്രവർത്തിച്ചു. വാർത്തകൾ, വിനോദ പരിപാടികൾ, ശാസ്ത്രീയ സംഗീതം, നാടകങ്ങൾ എന്നിവയിലൂടെ ആകാശവാണി ഇന്ത്യൻ ജനജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. 1957 ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ വൈവിധ്യമാർന്ന പരിപാടികൾക്കായി വിവിധ് ഭാരതി എന്ന പ്രത്യേക ചാനൽ ആരംഭിച്ചു. 1977 ജൂലൈ 23 ഇന്ത്യയിൽ ആദ്യമായി FM റേഡിയോ പ്രക്ഷേപണത്തിന് ചെന്നൈയിൽ തുടക്കം കുറിച്ചു. അത് പ്രക്ഷേപണ രംഗത്തെ മറ്റൊരു നാഴികക്കല്ലായി. ദൃശ്യമാധ്യമങ്ങളുടെയും ഇന്റർനെറ്റിൻ്റെയും കടന്നുവരവോടെ റേഡിയോയുടെ പ്രതാപം കുറഞ്ഞുവെന്ന് തോന്നുമെങ്കിലും ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ മാധ്യമങ്ങളിലൊന്നായി റേഡിയോ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും FM റേഡിയോകളുടെയും കമ്മ്യൂണിറ്റി റേഡിയോകളുടെയും വരവോടെ പ്രക്ഷേപണ രംഗം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. പ്രാദേശിക വാർത്തകൾക്കും വിനോദങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന FM ചാനലുകൾക്ക് ഇന്നും വലിയ സ്വീകാര്യതയാണുള്ളത്. ദേശീയ പ്രക്ഷേപണ ദിനം ജൂലൈ 23. ദേശീയ പ്രക്ഷേപണ ദിനം കേവലം ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ശബ്ദവീചികളിലൂടെ ഒരു ജനതയുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ വിജ്ഞാനവും വിനോദവും ഒരുപോലെ പകർന്നു നൽകിയ ഒരു മാധ്യമത്തോടുള്ള ആദരം കൂടിയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യകളെ സംശീകരിച്ച് പ്രക്ഷേപണ രംഗം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, സാമൂഹിക ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട്.